ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വെറുതെ ഇങ്ങനെ വെളിയിൽ കറങ്ങി നടക്കുകയാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് ഇപ്പം നല്ല മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിക്ക് മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ മഴ തോന്നുന്ന സമയത്തൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കസ്റ്റാർഡ് ആപ്പിൾ ട്രീയിൽ ഇതുപോലെ കുഞ്ഞ് ബേർഡ്സ് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണേ. ഇന്നാണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആക്കണം. 2 ദിവസത്തിനകത്ത് കംപ്ലീറ്റ് ആക്കി നമുക്ക് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ചെല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ നമ്മൾ ലഞ്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇത് നമുക്കൊരു കിഡ്സ് ഫ്രോക്കിന് വേണ്ടിയിട്ട് ഓർഡർ തന്നതാണ്. അവർ തന്നെ നമുക്ക് മെറ്റീരിയൽ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു എയർലൈൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ മോഡലിനനുസരിച്ച് ചെയ്തോളാൻ വേണ്ടി കസ്റ്റമർ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എയർലൈൻ ഫ്രോക്കാണ് കേട്ടോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ചെയ്യണം. അപ്പോൾ അത് കട്ട് ചെയ്ത് വെക്കണം. ഇത് ഒരു കസ്റ്റമർ നമുക്ക് തന്നതാണ് കേട്ടോ. ഇതൊരു ഹെവി വർക്ക് മെറ്റീരിയലാണ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ മെറ്റീരിയൽ പോത്തീസിൽ നിന്ന് എടുത്താണ്. ഫുള്ള് സീക്വൻസ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നില്ല, പക്ഷേ നല്ല രീതിക്ക് വെയിറ്റ് ഉള്ള ഒരു സീക്വൻസ് വർക്കാണ് കേട്ടോ. ഇതൊരു സ്കേർട്ടാണ്. ഈ സ്കേർട്ടിൻ്റെ യോക്ക് പാർട്ടിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയലും കൂടി ചെയ്യാനുണ്ട്. അതുപോലെ ബോട്ടം പോർഷനിൽ ലൈസും കൂടി അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതും നമുക്കിന്ന് ചെയ്യാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു ഗൗണാണ്. ഈ ഒരു ഗൗണിന് നമുക്ക് ബോട്ടം പാർട്ട് കട്ട് ചെയ്തിട്ട് കിഡ്സ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ. കിഡ്സ് ഫ്രോക്ക് ബോട്ടം പാർട്ട് നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷനിലും കൊടുക്കണം. അതുപോലെ അതിൻ്റെ യോക്ക് പാർട്ടിൽ ഇതുപോലെ ഒരു സ്റ്റോൺ വർക്കും വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു 2 ഇയർ ബേബിക്കുള്ള ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം കേട്ടോ. അപ്പോൾ അതും നമുക്ക് ചെയ്യാനുണ്ട്. ഇതൊരു ഷോളാണ് കേട്ടോ. ഇത് നമുക്ക് സെയിം കസ്റ്റമർ തന്നതാണ്. ഈ ഒരു ഷോളിന് നമുക്കൊരു ബേബി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ. പഫ് സ്ലീവൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇത് ഫുൾ ഓഫ് ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ. സൂചി ഒടിയൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്കിത് ചെയ്ത് നോക്കാം. പണ്ട് ഏതോ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ടോപ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് മെറ്റീരിയൽ റയോൺ ആണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്. ബട്ട് ഈ ഒരു ഡിസൈൻ കണ്ടോ, ഇത് നമുക്ക് ഡ്രസ്സ് മാറ്റുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്ത് വരഞ്ഞിട്ട് സ്ക്രാച്ച് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ച് ഫുള്ള് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഇതും പൊട്ടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കും. എല്ലാ ഡിസൈനേഴ്സിനും ഏറ്റവും മടിയുള്ളൊരു കാര്യമാണല്ലേ ഈ ഒരു സ്റ്റിച്ച് റിമൂവ് ചെയ്യാനായിട്ട്. എനിക്കും അതാണ് കേട്ടോ. ഞാനും സ്റ്റിച്ച് റിമൂവ് ചെയ്യാനും പിന്നെ അതുപോലെ റിപ്പയർ ചെയ്യാനും ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതും വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഒരു 1 hour ഇതും വെച്ചുകൊണ്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇതും ഒരു ബേബി ഫ്രോക്കാണ്. ബേബിയുടെ ഒരു ലെഹങ്ക സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് കേട്ടോ, ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ പർച്ചേസിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി കണ്ടു നോക്കണേ. അപ്പോൾ അതിന് ഞാൻ എത്ര മീറ്റർ ഫാബ്രിക് യൂസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊരു ഓർഗൻസ മെറ്റീരിയലാണ്. ലൈനിങ്ങിനായിട്ട് ക്രേപ്പ് മെറ്റീരിയലും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ ഫാബ്രിക് വർക്ക് മെറ്റീരിയലാണ് എടുത്തത്. അപ്പോൾ ഇത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കണം. അതാണ് ഇന്നത്തെ ജോലി. അതിന് മുന്നേ ആയിട്ട് ഇതുപോലെ ചുളിവുള്ള മെറ്റീരിയൽസ് നമ്മൾ ഫസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കണം. ഇപ്പം ക്രേപ്പിൻ്റെ മെറ്റീരിയൽസൊക്കെ ചിലപ്പോൾ ചുളിവാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അയൺ ചെയ്ത് വെച്ചാൽ നമുക്ക് മെഷർമെൻറ്റൊക്കെ കറക്റ്റ് നല്ല രീതിക്ക് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനിവിടെ എടുത്തത് ഒരു സ്കേർട്ട് തന്നില്ലായിരുന്നു ഒരു കസ്റ്റമർ. അതിൽ യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം കളറൊന്നും അല്ല കിട്ടിയതെങ്കിൽ ഏകദേശം മാച്ചിങ് വരുന്നുണ്ട് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ത്രെഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഗ്രേ കളർ ത്രെഡ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഏകദേശം മാച്ചിങ് വരുന്നൊരു ബ്ലൂ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്.
അപ്പോൾ നമ്മൾ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ റൗണ്ട് നെക്കാണ് ചെയ്തത്. നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്യണം. നമ്മളിവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് നമ്മൾ നെക്കിൽ ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കൂലേ, ആ ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഞാനീ ചെയ്യുന്നത്. ഇതൊരു ഫീഡിങ് ടോപ്പാണ്. നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ ഫീഡിങ് സിബ് ചെയ്യാനായിട്ട്, ഇൻവിസിബിൾ സിബ് ചെയ്യാനായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്കിനി ഫ്രണ്ടിൽ സിബ് കൂടി കൊടുക്കാം. ഈ ഡ്രസ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് വന്നിട്ട് ഇതിൻ്റെ സ്ലീവാണ് കേട്ടോ. സ്ലീവ് എന്ന് വെച്ചാൽ പുഷ് സ്ലീവാണ്, നല്ല ലോങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇടയ്ക്ക് വിശപ്പ് വന്നപ്പോൾ ഞാൻ പോയിട്ട് ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്നുമില്ല, ജസ്റ്റ് ബിസ്ക്കറ്റ് വയ്ക്കുക, ദെൻ കസ്റ്റാർഡ് ഐസ്ക്രീം ഇല്ലേ അതൊഴിക്കുക, അതിൻ്റെ മുകളിൽ കുറച്ച് കോൺഫ്ലെക്സ് ഇടുക, എന്നിട്ട് നമുക്ക് ഒരു 120 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളി ഒരു പുഡിങ് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഗൗണ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കേർട്ട് പാർട്ട് നമ്മൾ വേസ്റ്റ് പോർഷനിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്കേർട്ടിൻ്റെ ബോട്ടം പോർഷനിൽ സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ലേസ് വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രി കുഞ്ഞുങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ദീപാവലി ആഘോഷിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കിഡ്സ് ഫ്രോക്കിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.